നമുക്ക് തെങ്ങോടിയേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മൂന്നിടത്തും കഴകം. മഠത്തിൽ വാര്യത്തിനാ. കൃഷ്ണന്, അയ്യപ്പന്, ശിവന്. മൂന്നിടത്ത് സദ്യ തന്നെ. അവിയല്, ഓലൻ, കാളൻ, എരിശ്ശേരി, പച്ചടി എന്ന് വേണ്ട 8 കൂട്ടം കറികളും. നേദ്യത്തിനാച്ചാലും അരിയിൽ കല്ലുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഊണെന്ന് പറഞ്ഞാ ഊണന്നെയാ. മൂക്കറ്റ ഉണ്ണും. പായസങ്ങള് വേറെ. കൃഷ്ണന്റെ അമ്പലത്തിലെ പാൽപായസം എന്താ അതിന്റെ ഒരു വാസന. ഒരു പറ കഴിക്കാം, എന്നാലും അത് വരില്ല. അതിന് കഴിക്കാൻ എവിടെയാ ഇടം? മൂക്കറ്റം ചോറല്ലേ. ഞാൻ എന്താ ചെയ്യാന്നറിയോ? കവാത്ത് നടത്തും. എന്നിട്ട് കേക്കട്ടെ. തനിക്ക് കേൾക്കാൻ മാത്രമൊന്നുമില്ല. അതെന്താ കീഴ്ജാതിക്കാർ കേൾക്കാൻ പാടില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലാലോ. അങ്ങനെ ഉണ്ടായിരുന്ന ഈ വാര്യത്തെ പടിപ്പരയുടെ ഉള്ളില് കാല് കുത്തുവോ താൻ? ഇല്ല, പറയണില്ല. ഒന്നും പറയണില്ല. അതാ നല്ലത്. ലക്ഷ്മിയടുത്ത് ഞാൻ പോണു. പോലെ നിക്കേ, ചോദിക്കട്ടെ. നീ ഏതാ? ഞാൻ മേലത്തെ രാമൻ നായരുടെ മോനാ. നിനക്കെന്താ ഇവിടെ കാര്യം? അച്ഛൻ വിളിച്ചിട്ട് പറയടാ, നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ വെറുതെ എന്നാലേ മേലാൽ വെറുതെ അങ്ങനെ ഇവിടെ കയറി വിലസണ്ട. അതിന് ഞാനുണ്ട്. മനസ്സിലായോടാ? അപ്പോ ഇവിടെ നിങ്ങൾ എന്ത് മര്യാദകടാ കുട്ടിയോട് കാട്ടിയേ? എന്നെ ചോദ്യം ചെയ്യാൻ വന്ന ഇടിച്ച നടല്ലൂരും. നീ ഉണ്ടാക്കിയ ഭാര്യ അനിയത്തിക്കും ഭർത്താവിനെ ഉണ്ടാക്കാൻ അവിടെ കണ്ണി കണ്ട ചെറുക്കന്മാരെ വിളിച്ച് നിന്നെ കെട്ടിരുന്നേ. എന്റെ ഭഗവാനെ, നിങ്ങൾക്ക് എന്തോ ഇങ്ങനെ കാണാൻ പറ്റൂ? എന്റെ അനുഭവം അല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഇടി താമസിക്കാനൊരു മുറി ചോദിച്ചു വന്ന എനിക്ക് സ്വന്തം മുറിയുടെ വാതിൽ തുറന്നു തന്നതല്ലേ നീ? അയ്യ വർഗങ്ങള്. ഇത് കണ്ടോ എടുത്തി? എവിടുന്നാണെന്ന് അറിയോ തുളസി? ദേവഗമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ മോട്ടിച്ചതാ. ഒരേ ദിവസം അവര് കൈയോടെ പിടിക്കും നിന്റെ കളവ്. തങ്ക അമ്പലത്തിലേക്ക് നടന്നോളൂട്ടോ, ഞാൻ ചിലപ്പോ വരലുണ്ടാവില്ല. അയാള് വന്നൂല്ലേ? ഇന്നും എങ്ങനെ കുടിച്ചിട്ട് വന്നേക്കണേ? അല്ല, ഇന്ന് തന്നെ പോവാ അയാള്. അറിയില്ല. 2 മാല ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട്. തങ്കം വന്നപ്പോ മുതൽ ഞാൻ തങ്കത്തിനെ അന്വേഷിക്കുക. തങ്കത്തിന് ഏട്ടനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. എന്താ? എനിക്ക് അതിനുള്ള അവകാശമില്ലേ? എന്താ ഇത്? പറയാനുള്ളത് പറഞ്ഞാ മതിയല്ലോ. മേല് തുറന്നോ? ഞാൻ തൊട്ടാ നീ എന്താ മുരുകി പോവോ? ഉരുകി പോവും. എന്നാലൊന്നും അറിയണമല്ലോ. എന്തായി കാട്ടുന്നേ? ഞാൻ എടുത്തോട് പറയൂ കേട്ടോ. ഓടരുത്. എന്താ ഈ കുട്ടി കാണിക്കുന്നേ? തങ്കം 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 തങ്കം
തങ്കം, തങ്കം പോയി. തങ്കം, തങ്കം, എന്നെ അങ്ങനെ മണ്ടനാക്കാവൊന്നും വിചാരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ വന്ന് പെടും. തങ്കക്കുട്ടി, ശല്യങ്ങള്. തങ്കക്കുട്ടിയേ, എന്താ എന്താ ഒച്ച കേട്ടത്? എവിടെങ്കിലും പോയി ഇരിക്കെ. ഒച്ച കേട്ടു എന്താച്ചാ? തങ്കക്കുട്ടി, അത് ഞാനാണ് അറിയുന്നേ. തങ്കക്കട്ടിയും സ്വർണ്ണക്കട്ടിയും. തങ്കം, ഈ കുട്ടി എവിടെ പോയി? ഒച്ച കേട്ടൂല്ലോ ഞാന്. ശബ്ദിക്കരുത്, കൊന്നുകളയും ഞാൻ. ശബ്ദിക്കരുത്, കൊന്നുകളയും ഞാൻ. എന്താ ഒരു ശബ്ദം? ആ പെണ്ണ അതിന്റെ മുകളിലോട്ടൊക്കെ കയറി പോയിട്ടുണ്ട്. തങ്കം, എന്നെ സഹായിക്കണം. ഞാൻ കള്ളനോ കൊലപാതകമൊന്നുമല്ല. അമ്മേ, അമ്മേ, തങ്കം, തങ്കം. ഈ കുട്ടി അവിടെ എന്തെടുക്കുക? എന്താ നിനക്കിവിടെ പണി? വല്ല പാമ്പോ മരപ്പട്ടിയോ കാണും. ഇതെന്താ മേലൊക്കെ പൊടിയെടുക്കും? അത് ഞാനൊന്ന് കാല് തട്ടി വീണു. എന്നിട്ട് വല്ലതും പറ്റിയോ നിനക്ക്? ഒന്നും പറ്റിയില്ല. അച്ഛാ, പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? എന്താ ചോദിക്കാൻ? ഒന്നുമില്ല, വെറുതെ തോന്നി. ഈ മനസ്സിലാക്കുക എന്ന് പറയണത് ഒരു സിദ്ധിയാ. ചിലർക്ക് ആളുകളെ മനസ്സിലാക്കാൻ ഒന്ന് നോക്കിയാ മതി. ചിലർക്ക് ഒരു ജന്മം ഒന്നിച്ചു കഴിഞ്ഞാലും മനസ്സിലാവില്ല. നിന്റെ ഇടത്തേക്ക് പറ്റിയതാ. 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടും അയാളെ അവക്ക് പിടികിട്ടിയില്ല. കർമ്മഫലം എന്ന് സമാധാനിക്കാം. വെള്ളം.
നെയ്തിച്ചോറാണ്. ദാ കഴിച്ചോളൂ. എന്താ കരയണേ? നിങ്ങൾ ആരാണ്? ഞാനാണ്. പേടിക്കണ്ട കേട്ടോ. ഇവിടെ ആരുമില്ല. വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നോളൂ. വന്നോളൂന്നേ. ഞാൻ നുണ പറഞ്ഞതല്ല. എല്ലാവരും പോയിരിക്ക. ഏടത്തിയുടെ ഭർത്താവ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി. ഇനി 2 ദിവസം കഴിഞ്ഞേ വരൂ. അച്ഛനും ഏടത്തിയും അമ്പലത്തില് ഒരടിയന്തരമുണ്ട്. ഞാനൊരു സൂത്രം പറഞ്ഞിങ്ങോട്ട് പോന്നു. പല്ലുവേദന. പല്ലുവേദന ഉണ്ടോ കുട്ടിക്ക്? ഹേയ്, എന്റെ പല്ലിനൊന്നും ഒരു കേടുമില്ല. ഞാൻ കള്ളം പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കും. പാവം, എന്നെ അത്ര ഇഷ്ടാ. മുറിഞ്ഞെടുത്ത് നല്ല വേദന ഉണ്ടല്ലേ? എങ്ങനെയാ മുറിഞ്ഞത്? വെടികൊണ്ടതാ. ഈശ്വര, വെടികൊള്ളേ? നെഞ്ചിക്കൊള്ളുകയായിരുന്നു ഇതിലും ഭേദം. ഇത് വേദന കൈ അണങ്ങിയ സഹിക്കാൻ പറ്റണില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇതിനുള്ളിൽ ഇരിക്കണല്ലോ. തൊട്ടാൽ അറിയാം. എല്ലില് കൊണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എങ്ങനെ അറിയാം? എല്ല് പൊട്ടിയാൽ ഇങ്ങനെയാ. നീര് വന്നിപ്പോ കൈ ഇത്രയും ഉണ്ടായിനെ. ഓടിക്കളിച്ച് വീണ് എന്റെ ഈ കൈയുടെ എല്ലൊന്ന് ചിന്നിയതാ ചെറുപ്പത്തില്. എന്റെ അമ്മേ, എന്തായിരുന്നു വേദനയും നീരും. ഇത് എല്ലില് കൊണ്ടിട്ടില്ല, ദശയിലാണ്. കുട്ടിക്ക് ഇതൊന്ന് എടുത്തുതരാം. ഞാനോ? അയ്യോ, എനിക്ക് പേടിയാ. ആശുപത്രി പോയി ചെയ്താ മതി. ഞാൻ പുറത്തിറങ്ങിയാൽ പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നെ കിട്ടിയവർ കൊല്ലും. ആര്? എന്നെ തേടി നടക്കുന്ന ചിലരുണ്ട്. അവർ രാത്രി ആരും കാണാതെ എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കൂടെ? രക്ഷപ്പെടണം. അതിനു മുമ്പ് ഈ വെടിയുണ്ട എടുത്ത് കളയാൻ പറ്റിയിരുന്നെങ്കിൽ. ഇതെന്നെ വേദനിപ്പിച്ച് കൊല്ലുന്നു. ഞാൻ എങ്ങനെ സഹായിക്കാം? നന്നായിട്ട് ഞെക്കി നോക്കട്ടെ, മുള്ളെടുക്കണ മാതിരി. മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉണ്ടോ? ആ, അച്ഛൻ മുഖം എനിക്കണ കത്തിയുണ്ട്. അസല് മൂർച്ചയാ. അതൊന്ന് കൊണ്ടുവരാം. കുറച്ച് തുണിയും. എന്നിട്ട് കൊണ്ടുവരൂ. കുട്ടി, ഒന്നുമില്ല. പറഞ്ഞോളൂ. കുറച്ച് മദ്യം കിട്ടിയിരുന്നെങ്കിൽ മനസ്സിനൊരു ധൈര്യത്തിന്. അല്ലെങ്കിൽ വേണ്ട, കത്തി കൊണ്ടുവന്നാ മതി.